ഈ ദിവസങ്ങളിൽ മലയാളി നേഴ്സായ നിമിഷപ്രിയയെക്കുറിച്ച് പത്രങ്ങൾ സംസാരിക്കുന്നുണ്ട്. യമൻ തടവറയിൽ മരണത്തെ കാത്തിടക്കുകയാണ് നിമിഷപ്രിയ. കഴിഞ്ഞ ആഴ്ച യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചു. 2017 തൻ്റെ ബിസിനസ് പാർട്ണറായ യമൻകാരനെ നിമിഷപ്രിയ കൊലപ്പെടുത്തുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. 2018 ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. അന്ന് തൊട്ട് നിമിഷപ്രിയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇനി ആകെ ഒരു വഴി അവശേഷിക്കുന്നത് ബ്ലഡ് മണിയാണ്. ദിയ എന്ന് ശരീഅത്ത് നിയമത്തിൽ പറയും. കൊല്ലപ്പെട്ട വീട്ടുകാർക്ക് ഒരു കോമ്പൻസേഷൻ തുക കൊടുക്കുക. $40,000 ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ബ്ലഡ് മണി എന്നുള്ള കൺസെപ്റ്റ് ഇന്നത്തെ ഗോസ്പൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ കടക്കാരാണ്. നമ്മുടെ പാപം വഴി നമ്മൾ വരുത്തി വെച്ച കടം. പക്ഷേ ആ കടം വീട്ടാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത് അത്രയ്ക്ക് വലുതാണ്. അത് വീട്ടാൻ ഒരാൾക്കേ പറ്റൂ, അത് ക്രിസ്തുവാണ്. ഇത് ഗോസ്പലിൽ ഈശോനെക്കുറിച്ച് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ കടം വീട്ടുന്നത് ക്രിസ്തുവാണ്. അത് കുരിശിലാണ്. നമ്മുടെ പാപങ്ങൾ വീട്ടാൻ ഈശോ പേ ചെയ്ത ബ്ലഡ് മണിയാണ് കുരിശുമരണം. പാപത്തെ നിസ്സാരമായി കാണരുത്. നമ്മുടെ പാപത്തിൻ്റെ കനം വളരെ വലുതാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ കനം ക്രിസ്തു എടുത്ത കുരിശിലുണ്ടെന്ന് മറക്കാതിരിക്കണം.